തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. വചനം സംസാരിക്കുന്നത് സഹോദരൻ ഫ്രാൻസിസ് ഡേവിഡ് മൈസൂർ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു വാചകം വായിക്കുന്നു. ഇങ്ങനെ ദാവീദ് ചെന്നേടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. വിജയത്തിന് ചില രഹസ്യങ്ങളുണ്ട്. ഒന്നാമത്തെ രഹസ്യം ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ്, ആത്മീക ബന്ധമാണ്. ഈ ആത്മീക ബന്ധം സ്ഥാപിക്കപ്പെടുന്നത് യേശു കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുമ്പോഴാണ്. ആ ആത്മീക ബന്ധം നിരന്തരമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്തണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടേയിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. യോഹന്നാൻ 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവമായിട്ടുള്ള ആ സജീവ ബന്ധം നിലനിർത്തണമെങ്കിൽ എല്ലായ്പ്പോഴും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവന്റെ സ്നേഹത്തിൽ വസിക്കണം. ഇതാണ് വിജയത്തിന്റെ ഒന്നാമത്തെ രഹസ്യം. പ്രിയ വിശ്വാസിയെ, നിനക്ക് ഈ സജീവ ബന്ധം ദൈവത്തോടുണ്ടോ? അവന്റെ കൽപ്പനകൾക്ക് നീ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ടോ? അവന് പ്രസാദമുള്ളത് എല്ലായ്പ്പോഴും ചെയ്യുവാൻ നീ നിന്നെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? എങ്കിൽ നീ വിജയത്തിന്റെ പാതയിലാണ്. രണ്ടാമത്തെ കാര്യം ദൈവജനവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവജനവുമായി ഒരു ബന്ധം ഉണ്ടായിരിക്കണം. രൂത്തിന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ അവൾ അന്യസ്ത്രീയാണ്, മോവാബ്യ സ്ത്രീയാണ്. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക എന്നാണ് ദൈവം പറഞ്ഞത്. മാത്രമല്ല, ന്യായപ്രമാണത്തിൽ അമ്മോന്യരും മോവാബ്യരും അവരുടെ 10-ാം തലമുറ വരെ ദൈവാലയത്തിൽ പ്രവേശിക്കരുത് എന്ന് കൽപ്പനയും ഉണ്ട്. ഇങ്ങനെ അന്യജാതിക്കാരത്തിയായ രൂത്ത് അവൾ നവോമിയോടുകൂടെ ഇസ്രായേലിലേക്ക് വരുവാനായിട്ട് തീരുമാനിച്ചു. അവൾ പറഞ്ഞു, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. ഒരു പ്രത്യാശയുമില്ലാതെയാണ് അവൾ ബെത്ലഹേമിലേക്ക് വന്നത്. ദൈവജനത്തോടുകൂടെ നിൽക്കുവാൻ അവൾ തീരുമാനിച്ചു. ദൈവജനത്തോടുകൂടെ നിൽക്കുവാൻ മനസ്സില്ലാതെ ഓർപ്പ തിരിച്ച് അവളുടെ ദേവന്റെ അടുക്കിലേക്കും അവളുടെ ജനത്തിന്റെ അടുക്കിലേക്കും മടങ്ങിപ്പോയപ്പോൾ ദൈവത്തോടുകൂടെ നിൽക്കുവാൻ തീരുമാനിച്ച്, ദൈവജനത്തോടുകൂടെ ജീവിക്കുവാൻ തീരുമാനിച്ച് വന്ന രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടു. അവൾ കർത്താവിന്റെ വംശാവലിയിൽ പേരുള്ളവളായിട്ട് തീർന്നു. ദൈവജനത്തോടുകൂടെ നിൽക്കണം. പ്രിയമുള്ളവർ, ഇതാണ് വിജയകരമായ ജീവിതത്തിന്റെ രണ്ടാമത്തെ രഹസ്യം. മൂന്നാമത്തെ രഹസ്യം സങ്കീർത്തനം 1-ൽ നാം ഇങ്ങനെ വായിക്കുന്നു, ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. മൂന്നാമത്തെ രഹസ്യം എന്നുള്ളത് ദൈവവചന ധ്യാനമാണ്. ദൈവത്തിന്റെ വചനം നിന്നിൽ വസിക്കണം, ഐശ്വര്യമായിട്ട് വസിക്കണം. വചനം ധ്യാനിക്കണം, രാപ്പകൽ ധ്യാനിക്കണം. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. യോശുവയോടും ദൈവം പറയുന്നത് ഇത് തന്നെയാണ്. രാവും പകലും നീ അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എന്നാൽ നീ കൃതാർത്ഥനായിരിക്കും.
നീ പോകുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. നീ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സഫലമായി തീരും. ഈ 3 രഹസ്യങ്ങൾ, ദൈവമായിട്ടുള്ള ബന്ധം, ദൈവജനവുമായിട്ടുള്ള ബന്ധം, ദൈവവചനവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കം, ഇത് നിന്നെ വിജയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് നിരാശപ്പെടണ്ട, യഥാസ്ഥാനപ്പെടുക, മടങ്ങി വരിക. ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി അതനുസരിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.